അവൻ അവളെ ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്കായിട്ടുള്ള റൂം കാണുമ്പോൾ ഒരു ധനികന്റെ വീട്ടിൽ ഒരു സ്റ്റാഫിന് എത്ര ആഡംബരപൂർവ്വമായിരിക്കും ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോ ഓഫീസിൽ പോകാൻ നേരത്ത് അവളൊരു കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടാകും പണി ചെയ്യുക. ഇത് കാണുന്ന ഹീറോ, ആരാണ് നിന്നോട് ഈ ഡ്രസ്സ് ഇടാനായി പറഞ്ഞത്? അവളുടെ കയ്യിലുള്ള ഡ്രസ്സ് ഒന്നും സ്യൂട്ടാവില്ല. സോ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാകും ഈ ഡ്രസ്സ് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നാകും ഹീറോ പറഞ്ഞിട്ട് പോകുക. അതിനാൽ അവൾ അവളുടേതായ വേഷമൊക്കെ ഇട്ട് അവിടുത്തെ പണി മൊത്തം ചെയ്യുന്നു. ഹീറോയ്ക്ക് വീട്ടിൽ ഒരു തരി പൊടി പോലും ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ ഇതൊക്കെ കാണുന്ന മറ്റ് ജോലിക്കാർ, അവൾ എത്ര പെട്ടെന്നാണ് ജോലികളെല്ലാം തീർത്തത്, നമുക്കിതൊരു പണിയാകുമോ എന്ന് പറയുകയാണ്. ജോലി കഴിഞ്ഞ് ഹീറോ എത്തുമ്പോൾ അവൻ്റെ ബാഗും കണ്ണാടിയും മിന്നായം പോലെ മാറിപ്പായുന്നു. പെട്ടെന്ന് ഡ്രസ്സ് ഊരിയെടുക്കാനായി വന്നപ്പോൾ ഹീറോ അവളുടെ കൈ പിടിച്ചു നിർത്തിയിട്ട് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു കൊള്ളാം എന്ന് പറയുമെങ്കിലും അവൾ കേട്ടില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ അവൻ്റെ ഡ്രസ്സും ഊരിക്കൊടുത്ത് ഇത് കണ്ട് ഷോക്കായി നിന്നിരുന്ന ഹീറോയെ പിടിച്ചു നിർത്തി അവൾ വേഗം ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഒരുപാട് പേര് ചെയ്യുന്ന ജോലികൾ ഇവൾ ഒറ്റയ്ക്ക് തീർത്തുന്നത് കാണുമ്പോൾ മറ്റു ജോലിക്കാർക്ക് പേടിയാവുകയാണ്. ഇവരുടെയും ജോലി പോകുമോ എന്ന സംശയത്തിലാണ്. ശേഷം ഹീറോ അവന്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ അവളെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുക. അത് കേട്ടു നിന്ന ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ കാലുവഴുതി അവന്റെ മേലേക്ക് വീഴുക. ഈ ഒരു രംഗം ഹീറോയുടെ ചേച്ചിയും ഫ്രണ്ടും കാണുകയും അത് ഫോട്ടോ എടുത്ത് വെക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചെന്നറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.